നമസ്കാരം. വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. പാലാരിവട്ടം അഴിമതി കേസിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. വിജിലൻസ് അപേക്ഷയിൽ ഗവർണർ ഒപ്പുവെച്ചു. ഭരണഘടനാപരമായ ചുമതലയാണ് നിർവഹിച്ചതെന്ന് ഗവർണർ. വിജിലൻസ് അപേക്ഷയിൽ ഗവർണറുടെ അനുമതി കിട്ടിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. വിജിലൻസിന്റെ അപേക്ഷയിന്മേൽ സർക്കാർ മറുപടി പറയാതിരുന്നത് ഏറെ വിമർശനങ്ങൾക്ക് വഴി തുറന്നിരുന്നു. ഗവർണർ അനുമതി നൽകിയതോടെ കേസിൽ തുടർ നടപടികൾ വേഗത്തിലാകും. ഇബ്രാഹിം കുഞ്ഞിനെതിരെ വിജിലൻസ് ചുമത്തിയിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ. വഴിവിട്ട് കരാറുകാർക്ക് മുൻകൂർ പണം നൽകി. ടെൻഡർ പോലും ക്ഷണിക്കാതെ കരാർ കൈമാറി. കരാറുകാർക്ക് പണം നൽകിയത് ചട്ടം ലംഘിച്ച്. പാലാരിവട്ടം പാലം നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിലും മേൽനോട്ടം വഹിച്ചില്ലെന്നും വിജിലൻസ്. കേസിൽ ഇബ്രാഹിം കുഞ്ഞിന് കുടുക്കായത് കൂട്ടുപ്രതികളുടെ മൊഴി. ഇബ്രാഹിം കുഞ്ഞിനെതിരെ നിർണായക മൊഴി നൽകിയത് ടി.ഒ. സൂരജ്. പണം നൽകിയത് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചെന്നും ടി.ഒ. സൂരജ് മൊഴി നൽകിയിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് കരാർ ലഭിച്ചതെന്ന് കരാറുകാർ. പാലാരിവട്ടത്ത് കണ്ടത് കേരളം ഞെട്ടിയ അഴിമതി. പാലം തുറന്ന് 2.5 വർഷത്തിനുള്ളിൽ തന്നെ അടയ്ക്കേണ്ടി വന്നു. ആദ്യ മാസങ്ങളിൽ തന്നെ പാലത്തിൽ അസാധാരണ കുലുക്കമുണ്ടെന്ന് പരാതി ഉയർന്നു. പാലത്തിന്റെ തകർച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടും 2 വർഷത്തോളം മറച്ചുവെച്ചതായും പരാതി. പാലാരിവട്ടം പാലം നിർമ്മാണത്തിൽ തുടക്കം മുതൽ ദുരൂഹത. പാലം നിർമ്മിക്കേണ്ടിയിരിക്കുന്നത് ദേശീയപാത അതോറിറ്റി. പാലം നിർമ്മാണം ഏറ്റെടുത്തത് ഉമ്മൻചാണ്ടി മന്ത്രിസഭ. പാലം നിർമ്മിക്കാൻ DMRC മുന്നോട്ട് വന്നെങ്കിലും നൽകിയില്ല. ജനറം പദ്ധതിയിൽ പണിയാമെന്ന കോർപ്പറേഷൻ നിർദ്ദേശവും തള്ളി. പാലാരിവട്ടം പാലത്തിൽ ഭാരപരിശോധന നടത്തണമെന്ന ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പാലത്തിന്റെ ബലം പരിശോധിക്കുന്നതിൽ കാര്യമില്ലെന്നും പൊളിച്ച് പുതിയ പാലം പണിയണമെന്നുമാണ് സർക്കാർ നിലപാട്. കരാർ കമ്പനിയായ RDS കേവിയറ്റ് ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ സ്ത്രീക്ക് ഗുരുതര പരിക്ക്. തളിമല സ്വദേശി ശ്രീവള്ളിക്കാണ് പരിക്കേറ്റത്. മൈസൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു ബസ്. യുവതിയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. സ്ത്രീ തെറിച്ചു വീണത് നടു റോഡിലേക്ക്. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൊട്ടുപിന്നാലെ വന്ന ബസ് വേഗം നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടം ഇന്നലെ 11 മണിയോടെ. അപകടത്തിന് കാരണം ഓട്ടോമാറ്റിക് ഡോർ അടയാതെ കിടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ശ്രീവള്ളിയെ ആദ്യം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. വൈത്തിരി പോലീസ് കസ്റ്റഡിയിലാണ് ബസ്. KSRTCയിൽ നിന്ന് യുവതി തെറിച്ചു വീണ സംഭവം അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി ന്യൂസ് 18നോട്. വീഴ്ച കണ്ടെത്തിയാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. കോർപ്പറേഷൻ MDയോട് വിശദീകരണം ചോദിച്ചെന്നും AK ശശീന്ദ്രൻ. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചു. 67 ഏക്കറിന്റെ ഉടമസ്ഥാവകാശം ട്രസ്റ്റിനായിരിക്കും. ട്രസ്റ്റ് രൂപീകരണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എന്നായിരിക്കും പേര്. ട്രസ്റ്റിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. സുന്നി വഖഫ് ബോർഡിന് UP സർക്കാർ 5 ഏക്കർ ഭൂമി നൽകുമെന്നും പ്രധാനമന്ത്രി ലോക്സഭയെ അറിയിച്ചു. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 2421 പേർ നിരീക്ഷണത്തിൽ. 190 പേരുടെ പരിശോധനാ ഫലങ്ങളിൽ 100 എണ്ണം നെഗറ്റീവ്. 87 റിസൾട്ട് കിട്ടാനുണ്ടെന്നും ആരോഗ്യവകുപ്പ്. ചികിത്സയിൽ കഴിയുന്ന 3 കൊറോണ ബാധിതരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ്. നിരീക്ഷണത്തിൽ കഴിഞ്ഞ 97% പേർക്കും കൊറോണ ബാധ ഉണ്ടായിരുന്നില്ല. വിദേശത്ത് പോയവരെ ബന്ധപ്പെടാൻ സർക്കാർ ശ്രമിക്കുന്നു. വ്യാജ വാർത്ത പ്രചരിപ്പിച്ച 7 പേർക്കെതിരെ കേസെടുത്തെന്നും ആരോഗ്യവകുപ്പ്. കൊറോണയിൽ ആശ്വാസ വഴിയിൽ കേരളം. സംസ്ഥാനത്ത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും അതീവ ജാഗ്രത തുടരുകയാണ്. കൂടുതൽ പേരുടെ പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിക്കും.
കൊറോണ ഭീഷണി നിലനിൽക്കെ വിദ്യാർത്ഥികളെ തിരിച്ചുവിളിച്ച് ചൈനയിലെ ചില സർവകലാശാലകൾ 23 റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അറിയിപ്പ്. 100ഓളം മലയാളി വിദ്യാർത്ഥികൾ ഇതോടെ പ്രതിസന്ധിയിലായി. നിലവിലെ സാഹചര്യം അറിയിച്ചിട്ടും സർവകലാശാലകൾ നിലപാട് മാറ്റുന്നില്ലെന്നും വിദ്യാർത്ഥികൾ. വിഷയത്തിൽ ഇടപെടുമെന്ന് നോർക്ക വൈസ് ചെയർമാൻ കെ വരദരാജൻ. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ചൈനയിലേക്ക് വിടുന്നത് ഉചിതമല്ല. ബന്ധപ്പെട്ടവരുമായി നോർക്ക ചർച്ച നടത്തുമെന്നും വരദരാജൻ. നിലവിലെ സാഹചര്യത്തിൽ കുട്ടികൾ ചൈനയിലേക്ക് തിരിച്ചു പോകരുതെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ. കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടതെന്ന് മുഹമ്മദ് അഷീൽ ന്യൂസ് 18നോട് പറഞ്ഞു. കൊറോണയെ ചെറുക്കാൻ സംസ്ഥാനം കടുത്ത ജാഗ്രതയിൽ തുടരുമ്പോഴും വിഷയത്തെ ഗൌരവത്തോടെ കാണാതെ നിരീക്ഷണത്തിലുള്ള ഒരു വിഭാഗം പേർ മരുന്നിന് പകരം പ്രാർത്ഥന മതിയെന്ന് വാശി പിടിക്കുന്നവരും നിരീക്ഷണത്തിലിരിക്കെ നാടുവിടുന്നവരും ആരോഗ്യവകുപ്പിന് പ്രതിസന്ധി സൃഷ്ടിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തി കൊറോണ. നിരവധി വിദേശ വിനോദസഞ്ചാരികളാണ് സംസ്ഥാനത്തേക്കുള്ള യാത്ര റദ്ദാക്കുന്നത്. കൊറോണ സ്ഥിരീകരിച്ചതും വ്യാജ സന്ദേശങ്ങൾ പരക്കുന്നതുമാണ് തിരിച്ചടിയായത്. അതേസമയം വിനോദസഞ്ചാര മേഖല സുരക്ഷിതമാണെന്നും സഞ്ചാരികൾക്ക് ധൈര്യമായി സംസ്ഥാനത്തെത്താമെന്നും ടൂറിസം വകുപ്പ്. കൊറോണ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 1 ലക്ഷത്തോളം മെഡിക്കൽ വിദ്യാർത്ഥികൾ ബോധവൽക്കരണത്തിനിറങ്ങുന്നു. വീടുകൾ തോറും കയറിയിറങ്ങിയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ഇടപെടൽ. കൊറോണ ബാധയിൽ ചൈനയിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ ചൈനയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തത് 490 മരണം. ചൈനയിൽ രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം 4000-ഓളം പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ ചികിത്സയിലുള്ളത് 24,000-ലധികം പേർ. അമേരിക്ക, ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ വിദേശികൾക്ക് രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി. ചൈനയ്ക്ക് പുറമെ 25 രാജ്യങ്ങളിൽ കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. ഓർത്തഡോക്സ് സഭ 3 വൈദികരെ പുറത്താക്കി. 3 പേരെയും ആത്മീയ ചുമതലകളിൽ നിന്ന് പുറത്താക്കിയത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ. നടപടി ലൈംഗിക സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്നു. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് സഭാ നേതൃത്വം. ഗുരുതര പരാമർശങ്ങൾ മാനന്തവാടി മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ. അച്ചടക്കമില്ലെന്ന് പ്രധാന ആരോപണം. സഭയുടെ അച്ചടക്കം പാലിക്കാത്ത സിസ്റ്റർ ലൂസി കറങ്ങി നടക്കുകയാണെന്നും സഭാ നേതൃത്വം. നിലവിൽ താമസിക്കുന്നത് മഠം കയ്യേറിയാണെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശം. സഭയുടെ സത്യവാങ്മൂലത്തിന് മറുപടിയുമായി സിസ്റ്റർ ലൂസി. സ്ത്രീ എന്ന നിലയിൽ അപമാനിക്കുകയാണ്. സഭ പേടിപ്പിച്ചാൽ പിന്തിരിയില്ല എന്നും സിസ്റ്റർ ലൂസി കളപ്പുര. ലവ് ജിഹാദ് ഇല്ല എന്ന് വരുത്താൻ സംഘടിത ശ്രമമെന്ന് കാത്തലിക് ഫെഡറേഷൻ. ലവ് ജിഹാദ് എന്ന വാക്ക് ഇന്ത്യൻ പീനൽ കോഡിലില്ല എന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. ലവ് ജിഹാദ് ഉണ്ടെന്ന് ക്രൈസ്തവ സഭ ഉത്തരവാദിത്വത്തോടെയാണ് പറഞ്ഞതെന്നും കാത്തലിക് ഫെഡറേഷൻ. നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ സ്റ്റേ ചെയ്തതിനെതിരെ നൽകിയ ഹർജിയിൽ വിധി ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഡൽഹി ഹൈക്കോടതിയാണ് വിധി പ്രസ്താവിക്കുക. ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ അന്തിമ വിധി വൈകും. വിശാല ബെഞ്ചിന്റെ പരിഗണനാ വിഷയങ്ങൾ ഉടൻ സുപ്രീംകോടതി തീരുമാനിക്കില്ല. പുനഃപരിശോധനാ ഹർജികൾ വിശാല ബെഞ്ചിന് വിട്ടതിന്റെ സാധുതയാണ് കോടതി ആദ്യം പരിശോധിക്കുക. വിഷയം വിശാല ബെഞ്ചിന് വിട്ടതിൽ പ്രാഥമിക വാദം നടത്തണമെന്ന് മുതിർന്ന അഭിഭാഷകരായ സാലിയസ് മരിമാൻ, കപിൽ സിബൽ, ഇന്ദിര ജയ്സിംഗ് തുടങ്ങിയവർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അഭിഭാഷകരുടെ വാദം 9-അംഗ ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ചാൽ മറ്റ് വിഷയങ്ങൾ പരിഗണിക്കുകയില്ല. വീണ്ടും 5-അംഗ ബെഞ്ച് ചേർന്ന് നേരത്തെ വന്ന പുനഃപരിശോധനാ ഹർജികളിൽ വീണ്ടും വാദം കേൾക്കും. അട്ടപ്പാടിയിൽ ആദിവാസികളെ പെരുവഴിയിലാക്കി ഹഡ്കോ. 3 വർഷം മുൻപ് ആരംഭിച്ച ഭവന പദ്ധതിക്ക് പകുതി പണം പോലും കൈമാറാതായതോടെ 400-ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. 100 കണക്കിന് ആളുകൾ ജീവിതം തള്ളി നീക്കുന്നത് താൽക്കാലിക ഷെഡുകളിലും കൂരകളിലും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ സാക്ഷി വിസ്താരം CBI പ്രത്യേക കോടതിയിൽ തുടരുന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ ബന്ധുക്കളായ 3 പേരെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിക്കുന്നത്.
നടിയുടെ ആദ്യഘട്ട സാക്ഷി വിസ്താരം ഇന്നലെ പൂർത്തിയായി. തന്നെ ആക്രമിച്ച പ്രതികളെയും ആക്രമിക്കാൻ ഉപയോഗിച്ച വാഹനവുമടക്കം നടി തിരിച്ചറിഞ്ഞു. സാക്ഷികളെ ആദ്യഘട്ടത്തിൽ കോടതി വിസ്തരിക്കുന്നത് ഏപ്രിൽ 7 വരെ. സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ 136 സാക്ഷികളെയാണ് വിസ്തരിക്കുക. ജോസഫ് വിഭാഗം നടത്തുന്ന കർഷക സംഗമത്തിന് പ്രചാരണ ബോർഡുകളിൽ കെ മാണിയുടെ ചിത്രം വെക്കാത്തതിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ പോര്. മാണിയുടെ ചിത്രം വെക്കാത്തവർ കേരള കോൺഗ്രസ് എം എന്ന പേര് ഉപയോഗിക്കരുതെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു. ജോസ് കെ മാണി പക്ഷത്തിന് മറുപടിയുമായി ജോസഫ് വിഭാഗം. മരിച്ച് 41 തികയും മുൻപ് കെ മാണിയുടെ പേര് പാർട്ടി ഓഫീസിൽ നിന്ന് നീക്കം ചെയ്തവർക്ക് ആക്ഷേപിക്കാൻ അർഹതയില്ലെന്ന് ജോസഫ് വിഭാഗം. വള്ളിക്കുന്ന് ആൾക്കൂട്ടാക്രമണത്തിൽ 3 പേർ അറസ്റ്റിൽ. അരിയല്ലൂർ സ്വദേശികളായ ബിജുലാൽ, വേണുഗോപാൽ, സതീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരൂർ ഡിവൈഎസ്പി കെ എ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ്. പരപ്പനങ്ങാടി വള്ളിക്കുന്നിലെ ആൾക്കൂട്ടാക്രമണം പ്രത്യേകമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. മുസ്ലിം നാമധാരികളാണെന്നറിഞ്ഞതോടെ RSSകാർ ആക്രമിക്കുകയായിരുന്നുവെന്ന PK അബ്ദുറബിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ട്രഷറി നിയന്ത്രണം മൂലം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലെന്ന് പ്രതിപക്ഷം. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പ്രതിപക്ഷത്തിന് വേണ്ടി നോട്ടീസ് നൽകിയത് KC ജോസഫ്. പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ധനമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് KC ജോസഫ്. തദ്ദേശ സ്ഥാപനങ്ങൾ ഭരണസ്തംഭനത്തിലാണെന്നും ആരോപണം. ധനമന്ത്രി യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തല്ല ജീവിക്കുന്നത്. 1021 കോടി രൂപയാണ് ബിൽ കുടിശ്ശിക ഉള്ളതെന്നും KC ജോസഫ്. 5 ലക്ഷത്തിൽ താഴെയുള്ള ബില്ലുകൾ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ. 10-ാം തീയതിക്കുള്ളിൽ തുക കൊടുത്തു തീർക്കും. ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് 52% ധനമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബില്ലുകൾ മുഴുവൻ 10 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി തോമസ് ഐസക്. മന്ത്രിയുടെ മറുപടി അടിയന്തര പ്രമേയ നോട്ടീസിന്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാനാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇല്ലാത്ത ഭയാശങ്കകൾ പറഞ്ഞുണ്ടാക്കരുതെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള യൂണിറ്റുകൾക്ക് അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചെന്ന് എക്സൈസ് മന്ത്രി. ബാറുകൾ അടച്ചിട്ടപ്പോഴും കേരളത്തിൽ മദ്യ ഉപഭോഗം കുറഞ്ഞില്ല. എല്ലാ താലൂക്കിലും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ തുറക്കാൻ ശ്രമിക്കും. നിലവിലെ കേന്ദ്രങ്ങളിൽ ചികിത്സാ സൗകര്യവും കിടക്കകളുടെ എണ്ണവും കൂട്ടുമെന്നും മന്ത്രി TP രാമകൃഷ്ണൻ. തീരപ്രദേശത്ത് കാസിനോകൾക്ക് അനുവാദം നൽകാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ബാർ ഹോട്ടലുകൾക്ക് നിയന്ത്രണമുണ്ടായിരുന്ന 2015-2016 വർഷത്തിൽ 220.58 ലക്ഷം കേസ് മദ്യം വിറ്റു. 2018-2019 ഇതിനേക്കാൾ കുറവായിരുന്നു വിൽപ്പന എന്ന് മന്ത്രി നിയമസഭയിൽ. 1-ാം തീയതി ബാറുകളും ബിവറേജ് ഔട്ട്ലെറ്റുകളും തുറക്കുന്നത് സർക്കാർ പരിശോധിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. എക്സൈസ് മന്ത്രിയുടെ മറുപടി മഞ്ഞളാംകുഴിയാലിയുടെ ചോദ്യത്തിന്. തൊഴിൽ തർക്കത്തിൽ മുത്തൂറ്റ് മാനേജ്മെന്റ് നടപടി നീതിയുക്തമല്ല എന്ന് തൊഴിൽ മന്ത്രി. കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഫെബ്രുവരി 6-ന് വീണ്ടും യോഗം ചേരും. അനുരഞ്ജനത്തിന് തയ്യാറായില്ലെങ്കിൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. തൊഴിൽ മന്ത്രിയുടെ മറുപടി M സ്വരാജിന്റെ സബ്മിഷൻ. നികുതി ചോർച്ച തടയാൻ ഊർജിത പദ്ധതി ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കും. ചെലവ് ചുരുക്കലിന് പുതിയ മാർഗങ്ങൾ തേടുന്ന ബജറ്റിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്ന എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾക്ക് മൂക്കുകയറിടുമെന്ന് സൂചന. സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് KSRTC. കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാനും കടബാധ്യത തീർക്കാനും അടക്കമുള്ള പാക്കേജുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മാനേജ്മെന്റും തൊഴിലാളികളും. തുടർച്ചയായി 2 മാസവും 200 കോടിയിലധികം വരുമാനം ലഭിച്ചിട്ടും ശമ്പളം പോലും പൂർണ്ണമായി നൽകാനാകാത്ത സ്ഥിതിയിലാണ് KSRTC. സംസ്ഥാന ബജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ പരിഗണന നൽകുമെന്ന വിശ്വാസത്തിൽ തീരമേഖല. വറുതി നേരിടാൻ കടലിന്റെ മക്കൾക്ക് പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം ശക്തം. കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കണമെന്ന് ക്യുസാറ്റ് സെന്റർ ഫോർ ബജറ്ററി സ്റ്റഡീസ് ഹോണറി ഡയറക്ടർ പ്രൊഫസർ MK സുകുമാരൻ നായർ.
സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത്തരം നീക്കമാണ് അനുയോജ്യം. മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും സുകുമാരൻ നായർ. ഇൻഗൽ MD സ്ഥാനത്ത് നിന്ന് കെ രതീഷിനെ നീക്കി. കെ രതീഷിന്റെ നിയമനത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതിയാണ് കെ രതീഷ്. മലപ്പുറത്ത് വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കും ബസ് ഡ്രൈവർക്കുമെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും നീക്കം തുടങ്ങി. ആദ്യഘട്ടമായി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനുമാണ് ആലോചന. മലപ്പുറം കുറുവ AUP സ്കൂളിലെ അധികൃതരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് തേടി. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. അപകടത്തിൽ മരിച്ച ഫർസീന്റെ ഖബറടക്കം ഇന്നലെ രാത്രി പടിഞ്ഞാറ്റുമുഴി കടുംപുറം മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കുട്ടികളുടെ സുരക്ഷയ്ക്ക് ജനകീയ ബദലൊരുക്കാൻ ഒരുങ്ങി കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് തല കമ്മിറ്റിക്ക് രൂപം നൽകി. ബോധവൽക്കരണ പരിപാടിക്കൊപ്പം സ്കൂൾ പരിസരത്ത് അധികൃതരെ ഉൾപ്പെടുത്തി പരിശോധനയും സ്കൂളുകളിലെ ശുചിത്വവും പരിശോധിക്കും. കാസർകോട്ടെ മലയോര ഗ്രാമങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തം. ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയായ സൊമാറ്റോയിലെ തൊഴിലാളികൾ കോട്ടയത്ത് പണിമുടക്കിൽ. വേതനം വെട്ടിച്ചുരുക്കിയതിനാൽ വിതരണം നിർത്തിവെച്ചാണ് തൊഴിലാളികളുടെ പണിമുടക്ക്. സമരം ചെയ്താൽ നടപടി ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ് മുന്നറിയിപ്പ് നൽകി. താമരശ്ശേരി അമ്പായത്തോട്ടിൽ തമിഴ് വയോധികരുടെ ഭൂമി തട്ടിയെടുത്തെന്ന് പരാതി. മൈലമ്മ, പാൽസ്വാമി എന്നീ വൃദ്ധദമ്പതികളുടെ 9 സെന്റ് ഭൂമിയും കൂരയുമാണ് കയ്യേറ്റക്കാർ പിടിച്ചെടുത്തത്. 4 മാസമായി വഴിയോരത്താണ് ഈ വയോധികർ അന്തിയുറങ്ങുന്നത്. കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ അണിയറ നീക്കം സജീവമാക്കി CPM. ജാതീയമായി അധിക്ഷേപിച്ചെന്നാരോപിച്ച് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച അരുൺകുമാറിനെ പിന്തിരിപ്പിക്കാൻ പാർട്ടി നീക്കം തുടങ്ങി. ശബരിമല തിരുവാഭരണത്തിൽ പന്തളം കൊട്ടാരത്തിന് അവകാശമില്ല എന്ന് സുപ്രീംകോടതി. ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞ ആഭരണത്തിൽ എന്തവകാശമാണുള്ളതെന്നും കോടതി ചോദിച്ചു. തിരുവാഭരണം ഏറ്റെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. ഭാഗത്ത് നിന്ന് ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പരാമർശമുണ്ടായത് ദൈവത്തിന് സമർപ്പിച്ച തിരുവാഭരണത്തിന്മേൽ പിന്നീട് അവകാശം ഉണ്ടാവുക എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. പന്തളം കൊട്ടാരത്തിന് അധികാരമുണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു സമർപ്പിക്കപ്പെട്ട സ്വർണത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. കേസ് എന്തായാലും വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രത്യേക ബില്ലടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം വേണമെന്ന് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 ആഴ്ചത്തെ സമയമാണ് സംസ്ഥാന സർക്കാർ തേടിയിട്ടുള്ളത്. KP അഭിലാഷ്. കോഴിക്കോട് ജില്ലയിലെ മേപ്പയ്യൂർ ടൗണിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും. കൊട്ടാരക്കര തട്ടത്തുപള്ളി റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണത്. 100 കണക്കിന് ആളുകളുടെ ഏകപാത സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിൽ ഭാഗമായി ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി റെയിൽവേ ഗേറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം. തിട്ടയിൽ മുക്കിലേക്ക് റെയിൽവേ ഗേറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തും പ്രമേയം പാസാക്കി. മലപ്പുറം പൊന്നാനി തീരദേശ പോലീസിന്റെ ഇന്റർസെപ്റ്റർ ബോട്ട് നശിക്കുന്നു. ഇതോടെ തീരദേശ പെട്രോളിംഗ് നിലച്ചെന്ന് നാട്ടുകാർ. അർബുദ രോഗത്തെ അതിജീവിച്ചവരുടെ കൂട്ടായ്മയ്ക്ക് വേദിയായി കുറ്റിപ്പുറം. കുറ്റിപ്പുറത്തെ ഇല ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് വ്യത്യസ്ത വേദി ഒരുക്കിയത്. വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള തടി ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന ഭൂമി വ്യവസ്ഥകളോടെ പത്തനാപുരം പഞ്ചായത്തിന് നൽകാൻ തീരുമാനം. KSRTC ബസ് സ്റ്റേഷൻ നവീകരണത്തിന് വേണ്ടിയാണ് ഭൂമി കൈമാറുക. തടി ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന 70 സെന്റ് സ്ഥലം റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചതായും മന്ത്രി K. രാജു.
പത്തനാപുരം തലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്രക്കുളത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇറിഗേഷൻ വകുപ്പിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ആഴക്കടലിലെ ജൈവ വൈവിധ്യങ്ങൾ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രദർശനം ശ്രദ്ധേയമായി. CMFRI സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ കടലറിവുകളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക്കിന് പകരം മുള ഉൽപ്പന്നങ്ങൾ ഉപയോഗം പരിചയപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ ഒരു ആദിവാസി ഗ്രാമം. പാത്രങ്ങൾ, തവികൾ തുടങ്ങി മൊബൈൽ സ്റ്റാൻഡ് വരെ നിർമ്മിച്ചിരിക്കുന്നത് മുള ഉപയോഗിച്ച്. ഇടുക്കി ജില്ലയിലെ കള്ളിമാലി ഗ്രാമമാണ് പ്ലാസ്റ്റിക്കിന് മുന്നിൽ ഇത്തരത്തിൽ നോ എൻട്രി ബോർഡ് വെച്ചത്. വയനാട്ടിലെ കൊളകപ്പാറയിൽ നടന്ന 2 ദിവസത്തെ ഭക്ഷ്യമേള സമാപിച്ചു. സെയിന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് തനത് രുചിമേളം ഒരുക്കിയത്. ഫാദർ ഫിലിപ്പ് വെട്ടിക്കാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു 2 ദിവസത്തെ രുചിമേള. ഉത്രാളിക്കാവ് ഭഗവതിക്കായി വടക്കാഞ്ചേരി കുമാരനല്ലൂർ ദേശത്ത് ഇക്കുറിയും ദേശപ്പാന നടന്നു. ഭഗവതിയെ താലത്തോടെ പന്തലിലേക്ക് എഴുന്നള്ളിച്ച ശേഷം കൊട്ടിവെച്ച കമ്പുകൾ, കളമെഴുത്ത് എന്നിവയും ഉണ്ടായി. തുടർന്ന് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടന്നു. കോതമംഗലം കുടമുണ്ടയിൽ ഇലക്ട്രിക് ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. കോതമംഗലം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ ട്രാൻസ്ഫോമർ പൂർണ്ണമായും കത്തിനശിച്ചു. തീ പടർന്നതോടെ ഏറെ സമയം ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. അഞ്ചലിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷത്തിൽ വെട്ടേറ്റ ഒരാൾ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ്. ചന്തമുക്കിൽ കോഴിക്കട തൊഴിലാളികളായ അസം സ്വദേശികളാണ് പുലർച്ചെ താമസ സ്ഥലത്ത് ഏറ്റുമുട്ടിയത്. അബ്ദുള്ളാണ് കൊല്ലപ്പെട്ടത്. പ്രതി ജലാൽ കസ്റ്റഡിയിലാണ്. കാസർഗോഡ് വൻ സ്വർണ്ണവേട്ട. 15.5 കിലോ സ്വർണ്ണമാണ് കണ്ണൂർ കസ്റ്റംസ് യൂണിറ്റ് പിടിച്ചെടുത്തത്. കണ്ണൂർ കസ്റ്റംസിന്റെ ചരിത്രത്തിലെ 2ാമത്തെ വലിയ സ്വർണ്ണവേട്ടയാണെന്ന് അന്വേഷണ സംഘം. കണ്ണൂർ ഭാഗത്തു നിന്നും വന്ന കാറിൽ 3 രഹസ്യാറകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം. തലശ്ശേരിയിൽ നിന്ന് മുംബൈയിലേക്ക് കടത്താനായിരുന്നു ശ്രമം. മഹാരാഷ്ട്ര സ്വദേശികളായ 2 പേർ പിടിയിലായി. പിടിയിലായവരെ എറണാകുളത്ത് എക്കണോമിക് ഒഫൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് കസ്റ്റംസ്. ആലുവ എടയാർ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി അജ്മലിനെ ക്രൈംബ്രാഞ്ച് സംഘം ആലുവ സബ് ജയിലിലെത്തി ചോദ്യം ചെയ്തു. ഡിവൈഎസ്പി ജോസി ചെറിയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത്. പുതുതായി ലഭിച്ച ചില നിർണായക വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ചോദ്യം ചെയ്തതെന്നാണ് സൂചന. കാസർഗോഡ് ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൈലുവിയുടേത് അപകട മരണമാകാമെന്ന് CBIയുടെ അന്വേഷണ റിപ്പോർട്ട്. മനഃശാസ്ത്ര അപഗ്രഥന പരിശോധനയ്ക്കിടെയാണ് CBIയുടെ പുതിയ റിപ്പോർട്ട്. അതേസമയം കോടതി തീരുമാനം വന്ന ശേഷം ഭാവി തീരുമാനമെന്നാണ് ഖാസിയുടെ കുടുംബത്തിന്റെയും ആക്ഷൻ കൌൺസിലിന്റെയും പ്രതികരണം. +1 വിദ്യാർത്ഥിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഇറച്ചി കച്ചവടക്കാരൻ പിടിയിൽ. തെന്മല വിജയഭവനത്തിൽ അരുൺകുമാറിനെയാണ് കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർസംസ്ഥാന പാതയുടെ വശത്തായി പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് അരുൺകുമാറിനൊപ്പം പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത്. കൊട്ടാരക്കരയിൽ വീട്ടമ്മയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. കൊലപാതക ശ്രമം നെടുമൺകാവ് കാളച്ചന്തയിൽ. പിടിയിലായത് ഭീമൻ രഘു എന്ന് വിളിപ്പേരുള്ള രഘു. പ്രതിയുടെ അടുത്ത ബന്ധുവിനാണ് കത്തിക്കുത്തിൽ മാരകമായി പരിക്കേറ്റത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഡിസംബർ അവസാന പാദത്തിൽ 492 കോടി രൂപയുടെ നഷ്ടം. അതേസമയം ബാങ്കിന്റെ ആസ്തി ഗുണനിലവാരം മെച്ചപ്പെട്ടു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് കളമൊരുങ്ങുന്നു. ഡൊണാൾഡ് ട്രംപ് ഈ മാസം അവസാന ആഴ്ചയിൽ നടത്തുന്ന സന്ദർശനത്തോടെ വ്യാപാര കരാറിൽ ഒപ്പിടാനുള്ള നീക്കങ്ങൾ സജീവമായി. ചൈനയിൽ നിന്ന് വില കുറഞ്ഞ കളിപ്പാട്ടവും പടക്കവും ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ നിയമ ഭേദഗതിക്കൊരുങ്ങി കസ്റ്റംസ്. 1962 കസ്റ്റംസ് ആക്ട് പ്രകാരം സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതിയും കയറ്റുമതിയും മാത്രമേ നിരോധിക്കാൻ സർക്കാരിന് അധികാരമുള്ളൂ. പൂർണ്ണമാകുന്ന വാർത്തകൾ വേഗത്തിൽ. ഇനി നാട്ടുവർത്തമാനമായി